ലിബറലിസം എന്ന് പറയുമ്പോൾ നമ്മളാരും വിചാരിക്കേണ്ടത് പുറത്തുള്ള ഒരു സാധനമാണ്. ലിബറലിസം നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ശ്വസിക്കുന്ന അന്തരീക്ഷ വായുവിൽ പോലും ഉണ്ട്, നമ്മുടെ ചുറ്റുണ്ടത്. നമ്മളതിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളൊക്കെ അത് ആന്തരീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഉള്ളിലൊക്കെ ഓരോ ലിബറലുകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സ്വയം ലിബറലുകളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമ്മളാരും കമ്മ്യൂണിസ്റ്റുകാരല്ല, എയ്ത്തീസം എന്ന് പറയുമ്പോൾ നമ്മളാരും എയ്ത്തീസ്റ്റുകളല്ല. അതുകൊണ്ട് തന്നെ അത് പുറത്തുള്ള ഒരു സാധനത്തിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ലിബറലിസം അതേപോലെ അല്ല, അത് നമ്മുടെ ഉള്ളിലാണുള്ളത്. ലിബറലിസത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് മതം ഒഴിവാക്കണം, പഠിച്ചോല്ല എന്ന് പറയണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തല്ല ചെയ്യുക. ഈ പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്റെ വിശ്വാസമൊക്കെ അവിടെ നോട്ടെ, ആ വിശ്വാസം പള്ളിയിൽ ഉണ്ടായിക്കോട്ടെ, ഈ നിസ്കരിച്ചോ നോമ്പ് പറ്റോ, പക്ഷേ ഈ ജീവിത രംഗങ്ങളിൽ ഇറങ്ങി വന്നിട്ട് അത് പാടില്ല ഇത് പാടുണ്ട് എന്ന് നീ പറയല്ലേ, അത് പറയുന്നത് നിർത്തിയാൽ മതി എന്ന് നമ്മളെ പഠിപ്പിക്കാണ് ലിബറലിസം ചെയ്യുക. അത് ഈ സെക്യുലറൈസേഷൻ ആണ് സാധ്യമാക്കുക. ആ സെക്യുലറൈസേഷൻ നമ്മൾക്കടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്നലെ വരെ നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്ന സാധനങ്ങൾ ഇന്ന് നമുക്ക് പ്രശ്നമല്ലാതാവുന്നു, നമ്മൾ അയയുന്നു. ഇന്നലെ വരെ നമ്മൾ ഭയങ്കര ഗൗരവത്തിൽ കണ്ടിരുന്ന ഹറാമുകൾ ഇന്ന് നമുക്ക് സാരമില്ലാത്ത പ്രശ്നങ്ങളായി മാറുന്നു. നമ്മളുടെ ഇടങ്ങൾ, നമ്മുടെ വീടകങ്ങൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ സ്കൂളുകൾ ഇന്നലെ വരെ നമ്മൾ പാടില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാതിരുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് സാരമില്ല, അങ്ങനെ ആയിക്കോട്ടെ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ച് കോംപ്രമൈസ് ആകാം എന്ന് നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ നമ്മളിൽ ലിബറലുകൾ ഉണ്ടാവാണ്. ആ ലിബറലുകളായി പതുക്കെ മുസ്ലിം സമുദായത്തെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇസ്ലാമിനോട് പരാതിയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ബാക്കിയുള്ള മതങ്ങളെ കുറിച്ചൊന്നും പരാതിയില്ലല്ലോ, വേറെ ആരെ കുറിച്ചും പ്രശ്നമില്ലല്ലോ. ആ പ്രശ്നം എന്തുകൊണ്ട് ഇല്ലാത്തതാണ്? സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് അവിടെ വിജയിച്ച് കഴിഞ്ഞതുകൊണ്ടാണ്. അവര് മതവിശ്വാസികളായിരിക്കെ തന്നെ ലിബറലുകളായതുകൊണ്ടാണ്. എല്ലാവരും അല്ല, പക്ഷേ ഒരു വലിയൊരു ശതമാനത്തെ അങ്ങനെ ആക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. പക്ഷെ ഇസ്ലാം മാത്രം ഈ വെയ്വിനെ ചെറുത്തു നിന്നുകൊണ്ട്, ഇതിന്റെ ശരീരത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഹലാൽ ഹറാമുകളെ ഊന്നി പറഞ്ഞുകൊണ്ട്, മതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പുലർത്തേണ്ട ധാർമ്മികത കൂടിയാണ്, അവിടെ കൃത്യമായ നിയമങ്ങളുണ്ട്, വിധിവിലക്കുകളുണ്ട്, അതിങ്ങനെ കാലത്തിനനുസരിച്ച് മാറുന്നതല്ല എന്ന നിലപാടിൽ നിൽക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനോട് ഈ അസഹിഷ്ണുത മുഴുവൻ